ഹായ് യെസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ചിത്രം ആഭ്യന്തര കുറ്റവാളി. അപ്പോൾ അതിൻ്റെ ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. ഞാൻ കാണുമ്പോൾ ഏകദേശം 1.5 മില്യൺ വ്യൂസും കടന്ന് ട്രെയിലർ മുന്നോട്ട് കുതിക്കുകയാണ്. ഈ മാസം 17-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. അതായത് പെസഹ വ്യാഴാഴ്ചയാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ആഭ്യന്തര കുറ്റവാളി സംവിധാനം ചെയ്തിരിക്കുന്നത് സേതുനാഥ് പത്മകുമാറാണ്. സേതുനാഥ് പത്മകുമാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ആസിഫ് അലിയെ കൂടാതെ ജഗദീഷ് ചേട്ടനുണ്ട്, ഹരിശ്രേഷ്ഠൻ ചേട്ടനുണ്ട്, സിദ്ധാർത്ഥുണ്ട്, ശ്രേയ രുക്മിണി, പവി കെയർ ടേക്കറിനകത്തൊക്കെ അഭിനയിച്ച ശ്രേയ രുക്മിണി, അങ്ങനെ നിരവധി താരങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഈ ചിത്രത്തിൻ്റെ ഇത് കണ്ടപ്പോൾ, ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് ഒരു പുരുഷപക്ഷ സിനിമ, അല്ലെങ്കിൽ അതിലെ ഡയലോഗ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതിൽ ആസിഫ് അലി പറയുന്നൊരു ഡയലോഗുണ്ട്, പ്രതികരിക്കരുത്, മരിച്ചത് പുരുഷനാണെന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇതൊരു പുരുഷപക്ഷ സിനിമയായിരിക്കും. പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങളും സമൂഹത്തിലൊക്കെ അങ്ങനത്തെ ഒരു സിനിമയാണെന്നാണ് എനിക്ക് സിനിമയുടെ ഇത് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളും ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആസിഫ് അലിയും അതോടൊപ്പം ജഗദീഷ് ചേട്ടൻ്റെയൊക്കെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പുരുഷപക്ഷ സിനിമ, അത്തരത്തിൽ ആ ഒരു ജോണറിലുള്ള സിനിമയാണെന്നാണ് നമുക്കിത് കണ്ടപ്പോൾ മനസ്സിലായത്. ആഭ്യന്തര കുറ്റവാളി. ഇപ്പോൾ ആസിഫ് അലിയെ നോക്കുമ്പോൾ അദ്ദേഹം കരിയറിൻ്റെ ഒരു നല്ല സമയത്ത് നിൽക്കുകയാണെന്ന് പറയാം. കാരണം തുടരെ ഹിറ്റുകൾ അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രത്തിനും ഇപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ആരാധകരുടെ ഇടയിലുണ്ട്. അല്ല, മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ വയ്ക്കുന്നുണ്ട്. ആ എക്സ്പെക്റ്റേഷൻ ചിത്രം പൂർത്തീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് 17-ാം തീയതി അറിയുവാനായിട്ട് സാധിക്കും. ഏതായാലും നല്ല നല്ല കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലവനായിക്കോട്ടെ, കിഷ്കിന്താകാന്തമായിക്കോട്ടെ, രേഖാചിത്രമായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും മികച്ചതായിരുന്നു, സിനിമകളും മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം മാറിയൊരു കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊരു അപ്രോച്ചാണ് ഈ സിനിമയെന്ന് തോന്നുന്നു, ഇതിൻ്റെ ആ ഒരു ജോണറൊക്കെ കാണുമ്പോൾ. ഏതായാലും 17-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. അതോടൊപ്പം ജഗദീഷ് ചേട്ടൻ വക്കീലായിട്ട് അദ്ദേഹം ഇപ്പോൾ നല്ല നല്ല വേഷങ്ങളാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം നമ്മൾ ഞെട്ടിക്കുകയാണെന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയിൽ, അല്ലെങ്കിൽ നല്ല നല്ല റോൾ ചെയ്തുകൊണ്ട്, ഈ സിനിമയിൽ നല്ല റോളാണ് തോന്നുന്നു, വക്കീൽ റോള് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. കോടതി റൂമിലെ ആ ഒരു സീനൊക്കെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിച്ചു. അതായത് ട്രെയിലറിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു നല്ല ഡീസൻ്റ് ആയിട്ടൊരു ട്രെയിലറാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. പിന്നെ ഇപ്പോൾ ആസിഫ് അലിയുടെ ആ ഒരു നല്ലൊരു ടൈമിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ, നല്ലൊരു എക്സ്പെക്റ്റേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രേക്ഷകർ നല്ല വെയിറ്റ് ചെയ്യുന്നൊരു ചിത്രമാണെന്ന് പറയാം ആഭ്യന്തര കുറ്റവാളി. കാരണം കിഷ്കിന്താകാന്തം, തലൈവന്, അതോടൊപ്പം രേഖാചിത്രമൊക്കെ ബ്ലോക്ക് ബസ്റ്ററുകളായിരുന്നു. ഇതിൻ്റെ കരിയറിലെ 2024 2025 വർഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ കരിയറിലെ തന്നെ മികച്ചൊരു വർഷമാണ്. കാരണം 2008 തൊട്ട് ഫീൽഡിലുള്ളതാണ് അദ്ദേഹം. ആദ്യം കുറേ പരാജയ ചിത്രങ്ങളാണെങ്കിലും പിന്നെ ഇപ്പം നല്ല നല്ല സിനിമകളുമായിട്ട് അദ്ദേഹം ബോക്സ് ഓഫീസിൽ ഗംഭീര തിരിച്ചുവരവായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച് അദ്ദേഹം മുന്നേറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു വ്യത്യസ്തമായ വേഷമായിരിക്കുമെന്നാണ് തോന്നുന്നത് കണ്ടപ്പോൾ. ഏതായാലും നല്ലൊരു ചിത്രമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറച്ചുകൂടെ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു സീരിയസ് ആയിട്ടൊരു അപ്രോച്ച്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുരുഷവേഷം പറയുന്ന ഒരു സിനിമ, ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് സംവിധായകൻ ഇതിൽ എടുത്തിരിക്കുന്നതെന്ന് പറയാം. ഏതായാലും പ്രമേയം നല്ലൊരു സീരിയസ് പ്രമേയം ആയതുകൊണ്ട് തന്നെ ചിത്രം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ചിത്രം ഈ മാസം 17-ന് തിയേറ്ററിലേക്ക് എത്തും. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.